വേൾഡ് കപ്പ് അവസാനിച്ചു, പക്ഷെ വേൾഡ് കപ്പ് ട്രെൻഡ് സോഷ്യൽ മീഡിയയിൽ അവസാനിച്ചില്ല. വേൾഡ് കപ്പിലെ ഓരോരോ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് വേൾഡ് കപ്പിലെ BTSന്റെ ഹാഫ് ടൈം ഷോ പെർഫോമൻസ്. അപ്പോൾ ഈ ഒരു ഹാഫ് ടൈം ഷോയിൽ BTSന് കൂടാതെ പെർഫോം ചെയ്തവരായിരുന്നു മഡോണ, ഷക്കീറ, ജസ്റ്റിൻ ബീബർ. ഇപ്പം ഇതാ ഫിഫ വേൾഡ് കപ്പ് ഹാഫ് ടൈം ഷോയിലെ BTS ആൻഡ് ജസ്റ്റിൻ ബീബറിനെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് ബാർസ്റ്റൂൾ സ്പോർട്സ് ഫൗണ്ടർ ആയിട്ടുള്ള ഡേവ് പോർട്ട്നോയ്. വിമർശനം വേറൊന്നുമല്ല, ആളെ ഇംപ്രസ് ചെയ്യാൻ അവരുടെ പെർഫോമൻസിന് കഴിഞ്ഞിട്ടില്ല. ഇനി ഇത് അതോടെ നിന്നില്ല, BTSനെ കണ്ടാൽ ടീനേജ് ഗേൾസിനെ പോലെയാണ് എന്നുള്ളൊരു വാദം ആളെടുത്തുനിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ന്യൂസുകളിലൊക്കെ ഇയാൾ പറഞ്ഞ ഒരു സംഭവം ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ ഇയാളൊരു വീഡിയോ ഫുൾ കണ്ടിട്ടില്ല. ഞാനൊരു 1 മിനിറ്റോളം നീണ്ടു നിന്നൊരു വീഡിയോ മാത്രമാണ് കണ്ടിട്ടുള്ളത്. അതിൽ ഇയാൾ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഇയാള് BTS ഹ്യൂജ് ആണെന്ന് അറിയാം, പക്ഷെ അവരുടെ ഫാൻസ് ഹെട്രോസെക്ഷൽ ഗേൾസ് ആണോ എന്നുള്ള ഒരു സംഭവം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഹെട്രോസെക്ഷൽ ഗേൾസ് എന്ന് ഉദ്ദേശിച്ചാൽ സ്ട്രെയിറ്റ് ഗേൾസ് തന്നെയാണ് ഇവരുടെ ഫാൻ എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ആൾ ഉന്നയിച്ചത്. ആൻഡ് ആൾ ആ ഒരു പറയുമ്പോൾ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ ഈ ഒരു സ്ട്രെയിറ്റ് ഗേൾസ് എങ്ങനെ BTSന്റെ ഫാനായി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. ലൈക്ക് ആൾ അവിടെ ഉദ്ദേശിക്കുന്നത് BTSനെ കണ്ടാലും ഗേൾസിനെ പോലെയാണ്, അവ സെയിം ഗേൾസ് തന്നെ ഇവരെ ഫാൻസ് എങ്ങനെയാവുക എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യനിങ്, അതാണ് സംഭവം. ആൻഡ് ഇനി അത് ഏത് തരത്തിലായിരുന്നാൽ പോലും ഇറ്റ് വാസ് ലൈക്ക് എ ഹ്യൂജ് ഇൻസൾട്ട്. ഇനി അതുപോലെ ജസ്റ്റിൻ ബീബറിന്റെ സോങ് ചോയ്സിനെ കുറിച്ച് ആള് പറഞ്ഞത്, വേൾഡ് കപ്പിനൊന്നും പറ്റിയൊരു എക്സൈറ്റ്മെന്റ് ഉള്ള സോങ് ആയിരുന്നില്ല ആ പാടിയിരുന്നത് എന്നായിരുന്നു. ഇനി ക്രിറ്റിസിസത്തിന്റെ ഒക്കെ കൂടെ ആള് ഷക്കീറയുടെയും ബേണാബോയുടെ ഒക്കെ പെർഫോമൻസിനെ പറ്റി പുകഴ്ത്തി പറയുകയും ചെയ്തിരുന്നു കേട്ടോ. അതായത് ഒരു ഗ്ലോബൽ ഇവന്റ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു എനർജി അതാണെന്നൊക്കെയാണ് ആൾ പറഞ്ഞത്. അതുപോലെ അയാളുടെ ആ ഒരു സംസാരത്തിലുണ്ടായിരുന്ന ബാക്കിയുള്ളവരുമായൊക്കെ കൂടെ ഈ ഒരു ഫിഫ എന്നുള്ള ബിഗ്ഗസ്റ്റ് സ്പോർട്സ് മാച്ച് അതിൽ ഫോക്കസ് ആയി നിൽക്കുകയാണ് വേണ്ടത്, അല്ലാതെ ഈ സെലിബ്രിറ്റി പെർഫോമൻസുകളും സംഭവങ്ങളും ഒന്നും അല്ല വേണ്ടത് എന്നുള്ളതും പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇനി വരുന്ന 2030 ഇങ്ങനെ ഒരു ഷോ വേണോ എന്നുള്ള കാര്യം അങ്ങനെയൊക്കെ ക്വസ്റ്റ്യനിങ് ചെയ്യുന്നുണ്ട്. അതിന് ഇതൊക്കെ കേട്ടിട്ട് ഐ തിങ്ക് ടു ബി ഹോണസ്റ്റ് BTS അവരുടെ ടൈറ്റ് ഷെഡ്യൂളിൻ്റെ ഇടയ്ക്ക് ടൈം പോലും ഇല്ലാതെ 2 days ബാക്ക് ടു ബാക്ക് കോൺസേർട്ട് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഇവിടെ വന്നിട്ട് ഈ ഒരു ഫിഫയിൽ അത്രയും എനർജറ്റിക് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കൊടുത്തു പോയിട്ട് ഇത്തരത്തിലുള്ള ഒരു ഇൻസൾട്ട് ഒരിക്കലും ഡിസേർവ് ചെയ്യണില്ല. ലൈക്ക് അയാൾക്ക് ക്രിറ്റിസിസം ചെയ്യുകയാണെങ്കിൽ പെർഫോമൻസിന് ചെയ്തിരുന്നെങ്കിലും ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഇത് അവരുടെ ജെൻഡർ ഐഡന്റിറ്റിനെ തന്നെ ക്വസ്റ്റ്യനിങ് ചെയ്ത് മോക്ക് ചെയ്യുന്ന തരത്തിലായിരുന്നു അയാളുടെ സംസാരം.